ഗ്രോത്ത് മോഡലിൽ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ മോഡലാണ് ലോജിസ്റ്റിക് ഗ്രോത്ത്. രണ്ട് മോഡലുകളുണ്ട് ഗ്രോത്ത് മോഡൽ എന്ന് പറഞ്ഞു പോപ്പുലേഷൻ്റെ. ഒന്ന് നമ്മൾ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് പറഞ്ഞു, റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെങ്കിൽ ഉണ്ടാകുന്ന ആ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. രണ്ടാമത്തെ ഗ്രോത്ത് മോഡലാണ് ലോജിസ്റ്റിക് ഗ്രോത്ത്. ലോജിസ്റ്റിക് ഗ്രോത്തിൽ നമ്മൾ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൽ പറഞ്ഞു തന്നാൽ അൺലിമിറ്റഡ് റിസോഴ്സസ് ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് സ്പീഷീസ് ഗ്രോ ചെയ്യും. സോ ഗ്രോയിങ് പോപ്പുലേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൽ അൺലിമിറ്റഡ് റിസോഴ്സസ് ആണെങ്കിൽ അവിടെ പോപ്പുലേഷൻ അൺലിമിറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു പോപ്പുലേഷനിലുള്ള ഒരു സ്പീഷീസിനും അതിന് അൺലിമിറ്റഡ് റിസോഴ്സസ് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ അതിന് ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്തും സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ലിമിറ്റഡ് റിസോഴ്സസ്, സോ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ എന്ത് സംഭവിക്കും? ഓരോ സ്പീഷീസും ഒരു പോപ്പുലേഷനിൽ അവർക്ക് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് വരും ആ ലിമിറ്റഡ് റിസോഴ്സസിന് വേണ്ടിയിട്ട്. സോ ഇവൻച്വലി ഈ കോമ്പറ്റീഷൻ, ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള കോമ്പറ്റീഷനിൽ ആ ലിമിറ്റഡ് റിസോഴ്സസിൻ്റെ കേസിൽ ഇവൻച്വലി ഏത് ഇൻഡിവിജ്വലാണ് ആ ഫിറ്റസ്റ്റ് ആവണേ അത് മാത്രം സർവൈവ് ചെയ്യുന്നു, എന്നിട്ടത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് നമ്മൾ പറഞ്ഞ ഫിറ്റസ്റ്റ് ഓഫ് ദ സർവൈവൽ ഓഫ് ദ ഇൻഡിവിജ്വൽ എന്ന് നമ്മൾ ഡാർവിൻ പറഞ്ഞത് ഓർമ്മയാണ്. നാച്ചുറൽ സെലക്ഷനിലും ഏത് ഓർഗാനിസം ആണോ അവരുടെ ഫിറ്റ് ആവുന്നത് അതിന് മാത്രം, ആ ഇൻഡിവിജ്വൽ മാത്രം സർവൈവ് ചെയ്യുകയും റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഇത് അറിയുന്നത് കൊണ്ടതാണ് ഗവൺമെൻറ് ഓഫ് മെനി കൺട്രീസ്, ഒരുപാട് രാജ്യങ്ങളിലെ ഗവൺമെൻറ് ഈ ഒരു ഫാക്റ്റ് അറിയുന്നത് കൊണ്ട് ലിമിറ്റഡ് റിസോഴ്സസ് ആണെങ്കിൽ കോമ്പറ്റീഷൻ വരികളും അതിൽ ഫിറ്റായിട്ടുള്ള ഇൻഡിവിജ്വൽസ് മാത്രം സർവൈവ് ചെയ്യുകയും റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. സോ അവിടെ ഒരിക്കലും ഒരു എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് നടക്കുകയില്ല. ഈ ഒരു ഫാക്റ്റ് അറിയുന്നത് കൊണ്ട് തന്നെ പല രാജ്യത്തിലെയും ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് റീസ്ട്രെയിൻഡ്, അതായത് ഈ പറഞ്ഞ ഹ്യൂമൻ പോപ്പുലേഷൻ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ലിമിറ്റ് ചെയ്യാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ വെച്ചിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ, എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് രീതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ പോപ്പുലേഷൻ ഗ്രോത്ത് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു നേച്ചറിലാണെങ്കിൽ ഒരു പോപ്പുലേഷൻ, സോ പോപ്പുലേഷൻ ഗ്രോയിങ് ഇൻ എ ഹാബിറ്റ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സാണ്. നമ്മുടെ നേച്ചറിൽ ഒരു പോപ്പുലേഷൻ ഗ്രോയിങ് ഇൻ എ ഹാബിറ്ററ്റ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസിലുള്ള ഒരു ഹാബിറ്ററ്റിലുള്ള ആ ഒരു ഇതിലാണെങ്കിൽ, ഹ്യൂമൻ പോപ്പുലേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ നടക്കുന്ന ഗ്രോത്താണ് നമ്മൾ പറയുന്നത് ലോജിസ്റ്റിക് ഗ്രോത്ത്. സോ ലിമിറ്റഡ് റിസോഴ്സസ് ആണെങ്കിൽ അങ്ങനെ നടക്കുന്ന പോപ്പുലേഷൻ ഗ്രോത്താണ് ലോജിസ്റ്റിക് ഗ്രോത്ത്. സോ ഇൻ നേച്ചർ എന്താണ് സംഭവിക്കുന്നത്? എ ഗിവൺ ഹാബിറ്ററ്റ്, ഒരു പെർട്ടിക്കുലർ ഹാബിറ്ററ്റിൽ ഇനഫ് റിസോഴ്സസ് ഉണ്ടായിരിക്കും, അതിന് മതിയായ റിസോഴ്സസ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ടു സപ്പോർട്ട് എ മാക്സിമം പോസിബിൾ നമ്പർ, അതിന് സാധിക്കാവുന്ന അത്രയും മാക്സിമം പോസിബിൾ നമ്പർ ആ സപ്പോർട്ട് ചെയ്യും ഒരു ഹാബിറ്ററ്റിൽ. അതിനുശേഷം ബിയോണ്ട് വിച്ച് നോ ഫർദർ ഗ്രോത്ത് ഈസ് പോസിബിൾ, ആ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിൾ നമ്പർ അതിനുശേഷം ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ, ബിയോണ്ട് വിച്ച് എന്ത് സംഭവിക്കും? നോ ഫർദർ, അതിനുശേഷം ഒരു ഗ്രോത്തും ആ പോപ്പുലേഷനിൽ നടക്കില്ല. അങ്ങനെ ഒരു ലിമിറ്റ് നേച്ചറിലുണ്ട്. സോ ആ ലിമിറ്റ് നേച്ചറിലുള്ളതിനെ വിളിക്കുന്ന പേരാണ് ക്യാരിയിങ് കപ്പാസിറ്റി അഥവാ കെ ഫോർ ദാറ്റ് സ്പീഷീസ് ഇൻ ദാറ്റ് ഹാബിറ്ററ്റ്. സോ ആ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന് ആ പെർട്ടിക്കുലർ ഹാബിറ്ററ്റിൽ ഉണ്ടാകുന്ന ഒരു ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് എന്ത് അനുവദിക്കുന്നു? നേച്ചറിൽ ആ പെർട്ടിക്കുലർ ഹാബിറ്ററ്റിൽ ഒരു അതിന് ആവശ്യമുള്ള ഒരു ഇനഫ് റിസോഴ്സസ് വെച്ചിട്ട് മാക്സിമം പോസിബിൾ നമ്പറിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. അതിനുശേഷം ആ മാക്സിമം പോസിബിൾ നമ്പറിന് ശേഷം പിന്നീട് വരുന്ന ഒരു തരത്തിലുള്ള ഗ്രോത്തിനെയും അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോ അതാണ് ആ ഒരു ലിമിറ്റ്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രോത്തും ഫർദർ ഗ്രോത്തും സംഭവിക്കുന്നില്ല. ആ ലിമിറ്റിനെ വിളിക്കുന്ന പേരാണ്, നേച്ചർ വെച്ചിട്ടുള്ള ആ ലിമിറ്റിനെ വിളിക്കുന്ന പേരാണ് ക്യാരിയിങ് കപ്പാസിറ്റി ഫോർ ദാറ്റ് സ്പീഷീസ് ഇൻ ദാറ്റ് ഹാബിറ്ററ്റ്. ആ ഹാബിറ്ററ്റിൽ ആ സ്പീഷീസിന് വെച്ചിട്ടുള്ള ക്യാരിയിങ് കപ്പാസിറ്റിയാണ്. സോ പ്രകൃതിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം പോസിബിൾ നമ്പറിനെ പ്രകൃതി സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം അതിന് മേലെ വരുന്നതിനെയൊക്കെ അതെന്ത് ചെയ്യുന്നു? ഒരിക്കലും അതിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോ ആ പ്രകൃതിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പറിനെ മാത്രം സപ്പോർട്ട് ചെയ്യും. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ഗ്രോത്ത് സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നു. ആ ലിമിറ്റിനെ വിളിക്കുന്ന പേരാണ് ആ പ്രകൃതിയുടെ ആ നേച്ചറിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി. സോ നേച്ചറിലുള്ളതാണ് ആ ക്യാരിയിങ് കപ്പാസിറ്റി കെ. ആ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് ശേഷം വരുന്ന ആ മാക്സിമം പോസിബിൾ നമ്പറിന് ശേഷം വരുന്ന
ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തും ആ ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് ഗ്രോത്തും ആ ഹാബിറ്ററ്റിൽ അത് അനുവദിക്കുന്നതല്ല. അതാണ് നേച്ചറിൽ സംഭവിക്കുന്നത്. ഇനി പോപ്പുലേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ ഏത് ഗ്രോത്താണ്? ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. സോ അതിന് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുകയാണെങ്കിൽ, സോ പോപ്പുലേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് ആണെങ്കിൽ അവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഇനീഷ്യലി ഒരു ലാഗ് ഫേസ് ആണ് കാണിക്കുക, ഒരു സ്ലോലി ഗ്രോ ചെയ്യുന്ന ഒരു ലാഗ് ഫേസ്. പിന്നീട് ദാറ്റ് ഈസ് ഫോളോഡ് ബൈ ആക്സലറേഷൻ, ഒറ്റ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു, പിന്നീട് അത് വീണ്ടും ഡിസലറേഷൻ കുറയാൻ തുടങ്ങുന്നു, ഫൈനലി അതൊരു എസിംപ്റ്റോട്ടായിട്ട് മാറുന്നു. എസിംപ്റ്റോട്ട് എന്ന് പറയുന്നതാണ് അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറുന്നു. സോ ഇതൊരു സിഗ്മോയിഡ് കർവ് എന്നാണ് പറയുക, ഒരു എസ് ഷേപ്ഡ് കർവ്. ആദ്യം ഒരു ലാഗ് ഫേസ്, പിന്നെ അത് കുറച്ച് കൂടാൻ തുടങ്ങുന്ന ആക്സലറേഷൻ, പിന്നെ അത് കുറയാൻ തുടങ്ങുന്നു, പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വന്നു, ഒരു എസ് ഷേപ്ഡ് ആയിട്ട് വന്നു. ലാഗ് ഫേസ് കുറച്ച് കൂടുന്നു, ആക്സലറേഷൻ ഫേസ്, പിന്നെ പതുക്കെ കുറഞ്ഞു ഡിസലറേഷൻ, പിന്നെ അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറുന്നു. ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് എസിംപ്റ്റോട്ടാണ്. സോ എസിംപ്റ്റോട്ടാണ് അതിന് എപ്പോഴാണോ അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി എത്തുന്നത് ആ നേച്ചറിനെ, അപ്പോഴാണ് അത് എസിംപ്റ്റോട്ടായിട്ട് വന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറുന്നത്. സോ ആദ്യം ലാഗ് ഫേസ്, പിന്നെ കൂടുന്നു, പിന്നെ അത് കുറയാൻ തുടങ്ങുന്നു, പിന്നെ അതൊരു സ്ട്രെയിറ്റ് ലൈൻ, ഫർദർ ഗ്രോത്ത് സാധിക്കില്ല അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി കഴിഞ്ഞാൽ. സോ അങ്ങനെയുള്ള ഒരു ഗ്രോത്ത് കർവാണ് ലോജിസ്റ്റിക് ഗ്രോത്തിൽ കാണുന്നത്. അതിൻ്റെ പേരാണ് സിഗ്മോയിഡ് കർവ്. അതിൻ്റെ പേരാണ് സിഗ്മോയിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലോട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റീനെ അതിനെ ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുകയാണെങ്കിൽ കിട്ടുന്നതാണ് ഈ ലോജിസ്റ്റിക് ഗ്രോത്തിന് കിട്ടുന്ന മോഡലാണ് സിഗ്മോയിഡ് കർവ്. ഈ ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്തിനെ വിളിക്കുന്ന പേരാണ് സിഗ്മോയിഡ് കർവ് തരുന്ന ഈ എസ് ഷേപ്ഡ് കർവ് തരുന്ന പോപ്പുലേഷൻ ഗ്രോത്തിനെ വിളിക്കുന്ന പേരാണ് വേൾഹേഴ്സ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത്. ലോജിസ്റ്റിക് ഗ്രോത്ത്, വേൾഹേഴ്സ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്നാണ് ഈ ടൈപ്പ് ഒരു പോപ്പുലേഷൻ ഗ്രോത്തിനെ വിളിക്കുന്ന പേര്. സോ സിഗ്മോയിഡ് കർവാണ് ലോജിസ്റ്റിക് ഗ്രോത്തിൽ തരുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് വേൾഹേഴ്സ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത്. എക്സ്പോണൻഷ്യലിലാണെങ്കിൽ ജെ ഷേപ്ഡ് കർവ് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ഫോർമുല നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനും ഒരു ഫോർമുല പറഞ്ഞിരുന്നു. സോ ഇവിടെ പറയുന്ന ഫോർമുലയാണ് dn/dt. പോപ്പുലേഷൻ ഇൻക്രീസ് ഓർ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ഓർ ഡിക്രീസ് അറ്റ് യൂണിറ്റ് ടൈം പീരീഡ് ടി ആണെന്നുണ്ടെങ്കിൽ dn/dt Rn ബ്രാക്കറ്റിൽ Rn ഇൻറ്റു k-n ഡിവൈഡഡ് ബൈ k. അതിൽ R നമുക്കറിയേണ്ടതാണ് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഓരോ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനും ഇൻട്രിൻസിക് ആയിട്ട് വരുന്ന അതിൻ്റെ റേറ്റ് ഓഫ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. N എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി. അത് നമ്മൾ അതുവരെ നമുക്ക് അറിയണതാണ്. ഈ പറഞ്ഞ Rn എന്ന് പറഞ്ഞത് ഞങ്ങളുടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൽ പറഞ്ഞതാണ്. എന്നാൽ ലോജിസ്റ്റിക് ഗ്രോത്തിൽ വരുമ്പോൾ അതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ വന്നു. നമ്മൾ അവിടെ നിന്ന് ക്യാരിയിങ് കപ്പാസിറ്റി, ആ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് ശേഷം ബിയോണ്ട് വിച്ച് നോ ഫർദർ ഗ്രോത്ത് ഈസ് പോസിബിൾ. ആ പെർട്ടിക്കുലർ സ്പീഷീസിൻ്റെ ആ ഹാബിറ്ററ്റിൽ ഒരിക്കലും ഒരു ഫർദർ ഗ്രോത്ത് ആ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി മാക്സിമം നമ്പർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധിക്കുന്നതല്ല. സോ Rn ഇൻറ്റു എന്താണ് k-n. k ആണ് ക്യാരിയിങ് കപ്പാസിറ്റി, k മൈനസ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിവൈഡ് ബൈ k. സോ k ആണ് ക്യാരിയിങ് കപ്പാസിറ്റി. സോ നമ്മൾ പറഞ്ഞ നേച്ചറിൽ എപ്പോഴും റിസോഴ്സസ് എപ്പോഴായിരിക്കും ഗ്രോത്തിലുള്ള റിസോഴ്സസ് എപ്പോഴും ഒരുവിധം എല്ലാ ആനിമൽ പോപ്പുലേഷനിലും നമുക്കറിയാം ഒരു സാധാരണ രീതിയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. അത് വീണ്ടും വീണ്ടും ഓരോ ലേറ്റർ ആൻഡ് ലേറ്റർ പീരീഡിൽ ലിമിറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ അനിമൽ പോപ്പുലേഷനിലും ഈ പറഞ്ഞ റിസോഴ്സസ്. സോ ലോജിസ്റ്റിക് ആയിട്ടുള്ള ഈ പറഞ്ഞ ഗ്രോത്ത് മോഡലാണ് ഏറ്റവും കൂടുതൽ റിയലിസ്റ്റിക് എന്ന് പറയുന്നത്. സോ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനേക്കാളും നേച്ചറിൽ നടക്കുന്ന മോർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് മോഡലാണ് ലോജിസ്റ്റിക് ഗ്രോത്ത്. സോ ഗവൺമെൻറ്റിൻ്റെ സെൻസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻസസ് ഡാറ്റ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പോപ്പുലേഷൻ്റെ ഫിഗർ കിട്ടും. സോ നമ്മുടെ ഇന്ത്യയിലുള്ള ആ പോപ്പുലേഷൻ്റെ സെൻസസ് എടുത്തിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സെൻസസ് ഡാറ്റ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 100 വർഷത്തെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്ത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഏതാണ് ഫോളോ ചെയ്യുന്നത്, എക്സ്പോണൻഷ്യൽ ആണോ ലോജിസ്റ്റിക് ആണോ. സോ നമ്മുടെ നേച്ചറിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് എന്താ, ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും. അവിടെ കോമ്പറ്റീഷൻ വരും. സോ അവിടെ ഏറ്റവും കൂടുതൽ ഫിറ്റ് ആവുന്നവർ നാച്ചുറലി സർവൈവ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യും. സോ ലിമിറ്റഡ് റിസോഴ്സസിലാണ് നമ്മൾ പറയുന്ന ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക് ഗ്രോത്ത് നടക്കുന്നത്. സോ നേച്ചറിൽ കൂടുതൽ നടക്കുന്നത് എന്താണ്, ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്.